ഇവിടെ ഈ പെൺകുട്ടി ക്രൂരനായ തന്റെ അച്ഛനെ പേടിച്ച് നാട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കപ്പലിൽ അവൾ ഇരിക്കുമ്പോൾ ആ കപ്പലിൽ തന്നെ അവളുടെ അച്ഛനെയും അവൾ കാണുന്നു. അങ്ങനെ അവൾ അവിടുന്ന് പേടിച്ച് വീണ്ടും ഓടുകയാണ്. ഓടി ഓടി ആ കപ്പലിന്റെ അറ്റത്തെത്തി. അച്ഛൻ അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അച്ഛന്റെ കൂടെ തിരിച്ചു പോകുന്നതിനേക്കാൾ ഭേദം കടലിൽ ചാടി ചാകുന്നതാണെന്ന് വിചാരിച്ച് അവൾ കടലിലേക്ക് എടുത്തിയാടി. അങ്ങനെ മകളെ രക്ഷിക്കാൻ വേണ്ടി അപ്പനും പുറകെ എടുത്തിയാടി. കുറെ നേരം കഴിഞ്ഞു കഴിയുമ്പോൾ മകള് പതിയെ വെള്ളത്തിൽ ഒഴുകി ഒഴുകി ഒരു കര കഴിഞ്ഞിട്ടുണ്ട്, ഒരു ദ്വീപിൽ. അച്ഛനെ കാണാനില്ല. അങ്ങനെ അവൾ അവിടെയെല്ലാം നോക്കി ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ കുറെ പൊട്ടറ്റോ ചെടി നിൽക്കുന്ന കണ്ടു. അങ്ങനെ അതിൽ നിന്ന് അവൾ പൊട്ടറ്റോയൊക്കെ പറിച്ച് കഴിച്ചു. അതിനുശേഷം മണലിൽ ഒരു സോസ് എന്ന് വലുതായിട്ട് എഴുതി ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് വിചാരിച്ചു. അതിനുശേഷം അവൾ നോക്കുമ്പോൾ അവളുടെ അച്ഛന്റെ ബോഡി കരക്കടിഞ്ഞ് കിടപ്പുണ്ട്. അവൾക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവൾക്ക് ആ ദ്വീപിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾ വലിയ പെൺകുട്ടിയായി. മണലിൽ എഴുതുന്നതിന് പകരം അവൾ കല്ലുകൊണ്ട് ഒരു സോസ് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ പതിവ് പോലെ അതൊക്കെ ക്രമീകരിച്ചിട്ട് അവൾ മീൻ പിടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അതും കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഒരു ഡ്രോൺ അവളുടെ കണ്ണിൽ പെടുന്നത്. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവൾ പോകുന്ന ടൈം പീരീഡിലൊന്നും ഡ്രോൺ കണ്ടുപിടിച്ചിട്ടില്ല. അവൾക്ക് കൗതുകം തോന്നിയപ്പോൾ അതിനെ പിടിക്കാനായി അതിന്റെ പുറകെ ഓടി. ഇതേ സമയത്ത് ആ ദ്വീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ ഡ്രോൺ കൺട്രോൾ ചെയ്തിരുന്നത്. ഇവൾ ഈ ഡ്രോണിനെ പിടികൂടി അത് നശിപ്പിക്കാൻ തുടങ്ങുന്ന കണ്ട അവൻ ആ ഡ്രോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യനെ നേരി കണ്ട അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനൊന്നും മനസ്സിലായിട്ടില്ല. അവളുടെ സോസ് കണ്ട് അവളെ അറിഞ്ഞുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി വന്നല്ലെങ്കിലും ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം അവൾക്കൊരു മാർഗം കിട്ടി.